പലപ്പോഴും ജീവിതത്തിൽ ഭയപ്പെട്ട് അല്ലെങ്കിൽ തളർന്ന് വീണുപോകുമെന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളെ മുമ്പിൽ കടന്നു വരാം. ആ സാഹചര്യത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുകയാണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? കൂടെ നടന്നവർ മാഞ്ഞു പോയോ, വാക്കുകൾ മുറിഞ്ഞു നോവായി മാറിയോ, കണ്ണുനീർ കാണുന്ന കർത്താവുണ്ട്, നിനക്കായി കരുതും സ്നേഹമുണ്ട്. അവൻ നിന്നഭയസ്ഥാനം, അവൻ നിന്നാശ്വാസം, ദൈവസ്നേഹം എന്നും ശാശ്വതം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 41 അധ്യായം 13 വാക്യത്തിൽ ഇങ്ങനെ കാണപ്പെടുന്നു: നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചു, നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവർ, ഈ വാക്യത്തിൽ യഹോവയ ദൈവം പറയുന്ന ഒരു കാര്യം, ഞാൻ നിന്റെ ദൈവം ആകുന്നു എന്ന്. എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും യഹോവയ ദൈവം എൻ്റെ ദൈവം ആണെന്ന്? പ്രൈസ് ദി ലോർഡ്. ദൈവം ഉറപ്പ് തരികയാണ്, ഞാൻ നിന്റെ ദൈവമെന്ന്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു ചങ്കുറപ്പുണ്ടാകണം. ദാവീദ് പറയുകയാണ് 23 സങ്കീർത്തനത്തിൽ, യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. എൻ്റെ എന്ന തൻ്റെ ഇടത്തോട് പറയാൻ കഴിയണം, യഹോവ എൻ്റേതാണ്, ദൈവം എൻ്റേതാണ്. അങ്ങനെയുള്ളവരെ അടുത്ത വാക്യത്തിൽ പറയുന്നു, യഹോവ വാക്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ്, ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്നത്, ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ ഭയപ്പെട്ട് അല്ലെങ്കിൽ തളർന്ന് വീണുപോകുമെന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളെ മുമ്പിൽ കടന്നു വരാം. ആ സാഹചര്യത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുകയാണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഒരിക്കൽ പത്രോസ് കടലിന്റെ മുകളിൽ കൂടെ നടക്കുകയായിരുന്നു. കാറ്റിനെയും കടലിനെയും ഒക്കെ കണ്ടപ്പോൾ പത്രോസ് ഒന്ന് ഭയപ്പെട്ടു പോയി. അപ്പോൾ യേശു വന്ന് എന്താ ചെയ്തത്? അവൻ്റെ വലം കൈക്ക് പിടിച്ച് അവനെ വലിച്ചു കയറ്റി. അത് നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രതികൂലങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ നാമും ഇതുപോലെ പത്രോസിനെ പോലെ പേടിച്ച് ഈ ലോകമാകുന്ന സമുദ്രത്തിൽ താണുപോകാറുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മെ കൈവിട്ടിട്ട് പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. വേഗത്തിൽ വന്ന് നമ്മുടെ വലം കൈക്ക് പിടിച്ച് നമ്മെ അതിൽ നിന്നും വലിച്ചു കയറ്റുവാൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം പറയുന്നത് എന്താ? ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഭയം എന്നത് ശത്രുവായ അല്ലെങ്കിൽ പിശാചായവൻ കൊണ്ടുവരുന്ന ഒന്നാണ് ഭയം എന്ന് പറയുന്നത്. ഒരു ദൈവഭയത്തിനെ സംബന്ധിച്ചിടത്തോളം ഭയം കടന്നു വരാൻ പാടില്ല. ഭയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ, സാക്ഷാൽ ദൈവം തന്നെ നമ്മുടെ മുമ്പിൽ വന്നാൽ ഒരുപക്ഷെ നമ്മൾ ഭയപ്പെട്ടു പോകും. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഭയം ഉണ്ടായിരുന്ന സമയത്താണ് യേശു സമുദ്രത്തിൽ കൂടെ കടന്നു വന്നപ്പോൾ അവർ നോക്കിയിട്ട് പറയുകയാണ്, അതാ ഭൂതം കടന്നു വരുന്നു. കാരണം ഉള്ളിൽ ഭയമിരിക്കുകയാണ്, മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല മുമ്പിൽ നിൽക്കുന്നത് കർത്താവാണോ മറ്റെന്താണോ. കാരണം ഭയം നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ അത് പിശാചിന്റെ വിത്താണ് ഭയം. അതിന് യേശുവിൻ്റെ നാമത്തിൽ അതിനെ എടുത്ത് പുറത്ത് കളയണം. ഇത് വചനത്തിൽ കൂടെ ഈ നിമിഷം നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, ഭയപ്പെടേണ്ട. കാരണം ദൈവം നമ്മുടേതാണ്. ഭയത്തെ മാറ്റുവാൻ കഴിവുള്ള ദൈവം. ആ ദൈവസന്നിധിയിൽ ഈ നിമിഷം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. എൻ്റെ ഉള്ളിലെ ഭയത്തെ എടുത്തു മാറ്റണമേ. ഒന്ന് ദൈവം പറയുന്നത് എന്താണ്? ഞാൻ നിന്റെ ദൈവമാകുന്നു. 2 പറയുന്നത്, ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. 3 പറയുന്നു, ഭയപ്പെടേണ്ട. ലാസ്റ്റ് പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കും. അതെ, മനുഷ്യന്റെ സഹായമൊക്കെ വ്യർത്ഥമാണ്. സഹായിക്കാമെന്നൊക്കെ അവർ വാക്ക് പറയുന്നുണ്ടെങ്കിലും തക്ക സമയപ്പോൾ ആ മനുഷ്യരെല്ലാം നമ്മെ വിട്ട് അകന്നു പോകും. നമ്മൾ അവസാനം നിരാശിതരായി മാറും. എന്നാൽ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായമോ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. അതേ പ്രിയമുള്ളവരെ, നമ്മെ സഹായിക്കുവാൻ ഒരു കർത്താവുണ്ട്. വചനത്തിൽ നിന്ന് ഈ നിമിഷം നിങ്ങളോട് സംസാരിക്കുന്നത്, ആ ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന്. അതെ, ആ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിന്റെ ദൈവമാകുന്നു.
ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അതെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം ഈ വചനത്താൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലസ് യു. ആമേൻ. സ്തോത്രം.